സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങളുടെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ വലുപ്പമോ വ്യാപ്തിയോ കണ്ടെത്താൻ സാധിക്കാത്തവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏത് എന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഉത്തരം, ആ റബ്ബ് ഇഷ്ടപ്പെട്ട മതത്തിൽ ജനിക്കാനും ആ റബ്ബ് ഇഷ്ടപ്പെട്ട മതത്തിന്റെ പ്രവാചകനെ അംഗീകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഒരു വിശ്വാസിയായി ജനിക്കുക, ഒരു വിശ്വാസിയായ കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുക, അതൊക്കെ ഒരു വലിയ നിഅമത്ത് തന്നെയാണ്. എന്നാൽ അത് അള്ളാഹുവിന്റെ ഒരു വലിയ നിഅമത്തായി മാറുന്നത് ജനിക്കുകയും ജീവിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മാത്രമായില്ല, മറിച്ചൊരു വിശ്വാസിയായി മരിക്കാനും സാധിക്കുക, ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചതും ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഇസ്ലാമുമായി എന്റെ അരികിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമാണ് സ്വർഗം. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുക, ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുക എന്നതല്ല അനുഗ്രഹമെന്നും, മരണാനന്തര ലോകത്തേക്ക് ഒരു മുസ്ലിമായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും ആ ആയത്തിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും, ഇന്ന് പല ആളുകളും വിശ്വാസിയായിട്ടാണ് ജനിക്കുന്നതെങ്കിലും മരിക്കുന്നത് അവിശ്വാസികളായിട്ടാണ്. ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ സ്വന്തം ബുദ്ധിക്കനുസരിച്ചും യുക്തിക്കനുസരിച്ചും വ്യാഖ്യാനിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം അവഗണിച്ച് എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഇസ്ലാം ഉൾക്കൊള്ളൂ എന്ന് ചിന്തിച്ച് കാഫിറുകളായി മരിക്കുന്ന പലരെയും വ്യക്തമായ ഹദീസ് നിഷേധികളെ, ഖുർആൻ നിഷേധികളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരക്കാര് മാത്രമല്ല കാഫിറായിട്ട് മരിക്കുന്നത്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ കാഫിറായ രംഗത്തേക്ക് എത്തിപ്പെടുന്നതും ഇസ്ലാം അല്ലാതെ ജീവിച്ച് മരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് ചില ഹദീസുകളിലൊക്കെ നമ്മൾക്ക് കാണാം, ലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ ചില കാര്യങ്ങളെ ഉണർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാനുള്ള കാരണം, എന്നിൽപ്പെട്ടവനല്ല എന്നതിന്റെ ഉദ്ദേശം മുസ്ലിം അല്ല, ഇസ്ലാമിനോട് ചേർക്കപ്പെടേണ്ടവനല്ല, റബ്ബിന്റെ കണ്ണിൽ അവൻ ഒരിക്കലും ഒരു മുസ്ലിം അല്ല എന്ന നിലക്കാണ് ആ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ടൊരു വിഷയമാണ് മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, തങ്ങളെക്കാൾ പ്രായം ചെന്ന ആളുകളോട് ആദരവോടെ പെരുമാറുക എന്ന വിഷയം. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അത് സ്വന്തം വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആ ബഹുമാനവും ആദരവും നമ്മളെക്കാൾ മുതിർന്നവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലയോ? ലൈസ മിന്ന, അവൻ പ്രവാചകന്റെ മതത്തിൽപ്പെട്ടവനല്ല. ഇന്ന് പലർക്കും ഒരു ധാരണ,
സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറിയാ മതി, പുറമെയുള്ള സമൂഹത്തിലുള്ള വ്യക്തികളോടൊന്നും ആ മര്യാദ കാണിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ നമ്മൾക്ക് മുൻപിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ലോകത്തിന്റെ തിരുദൂതൻ ഈ ഹദീസിന്റെ നിർവചനത്തിൽ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രായമെത്തിയവർ, നിങ്ങളെക്കാൾ പ്രായക്കൂടുതലുള്ളവർ, അവരേതെങ്കിലും നിലക്കൊക്കെ ഈ സമൂഹത്തിൽ ഇടപെട്ടവരാ. നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുത്തവരാ. നിങ്ങൾ ഇന്ന് താമസിക്കുന്ന വീട്ടിലെ ഓട് നിങ്ങളുടെ മാതാവിന് പിതാവിന് എത്തിച്ചു കൊടുത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അതേ കാലത്ത് ബിസിനസ് ചെയ്തൊരു വാർദ്ധക്യക്കാരനാ. നിങ്ങളുടെ വീടിനു വേണ്ട സാധനങ്ങൾ, മരം, ഇതൊന്നും നിങ്ങളെ വാപ്പാര് മാത്രം വെട്ടിക്കൊണ്ടുവന്നതല്ല. മറ്റുള്ള കച്ചവടക്കാരായ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി അത് എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും സഹായിക്കാൻ അവരുടെ പ്രായത്തിലുള്ള പലരും തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഏകദേശം നിങ്ങൾക്കൊരു പ്രായമെത്തുമ്പം പിന്നെ വാർദ്ധക്യത്തെ കാണുമ്പം അലർജി ഉണ്ടാവാൻ പാടില്ല, വയസ്സന്മാരോടൊരു വെറുപ്പ് തോന്നാൻ പാടില്ല. നിങ്ങളുടെ രക്ഷിതാവിന് കിട്ടിയ ഭക്ഷണം ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം മുട്ടിയ ഹോട്ടലുകാർ ഈ വാർദ്ധക്യക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് നല്ല മീനെത്തിച്ചു കൊടുത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിനേക്കാളേറെ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടിത്തറ, അത് പഴയ തറവാടാണെങ്കിലും ശരി, ആ തറവാടിൽ നിങ്ങളുടെ തറവാടിന്റെ അടിപ്പാകം തറകെട്ടാൻ വേണ്ടി പണിയെടുത്ത വാർദ്ധക്യക്കാരൻ ഈ കൂട്ടത്തിലുണ്ട്. അതിന്റെ അർത്ഥം നമ്മളെ മാതാപിതാക്കളെക്കാൾ ഒരു പക്ഷേ നമ്മളെ പ്രായക്കൂടുതലുള്ള ഏതൊരാളെയും നമ്മൾ ആദരിക്കണം. ആ ആദരവ് കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ ഹബീബിന്റെ ജീവിതത്തിലൂടെ പലതവണ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെയോ അർത്ഥത്തിൽ ഈ തലനരച്ച പലരും നമ്മളെ സേവിച്ചവരാ, ഈ സമൂഹത്തെ നിർമ്മിക്കാൻ വേണ്ടി പണിയെടുത്തവരാ, അന്യനാട്ടിലുള്ള പലതും നിങ്ങൾക്ക് എത്തിച്ചു തന്നവരാ. അതുകൊണ്ട് തന്നെ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യർഹമു സഗീറന വലം യുവക്കിർ കബീറന, മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവൻ ഒരിക്കലും നമ്മിൽപ്പെട്ടവനല്ല, ഇസ്ലാമിലേക്ക് ചേർക്കാൻ പറ്റാത്തവനാ. ഇന്ന് പൊതുവെ നമ്മളുടെ കാലഘട്ടത്തിൽ മുതിർന്ന ആളുകൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിലയും ആ പ്രായമായ ആളുകൾക്ക് നൽകുന്നില്ല. അത് കല്യാണ വീട്ടിലാണെങ്കിലും ശരി, പള്ളിക്ക് പുറത്തേക്കിറങ്ങുന്ന തിരക്കിലാണെങ്കിലും ശരി, മുൻപിലുള്ള വാർദ്ധക്യത്തെ ഒന്നും ശ്രദ്ധിക്കാതെ തട്ടിത്തെറിപ്പിച്ച് വെപ്രാളപ്പെട്ട് കാക്കാക്ക് വയസ്സായ വീട്ടിലിരുന്നാ പോരെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആ മനോഭാവത്തോടു കൂടി തന്നെക്കാൾ പ്രായക്കൂടുതലുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ ലൈസ മിന്ന, അവൻ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടേണ്ടവനല്ല. എല്ലാ മതങ്ങളും ഈ വിഷയത്തെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇന്ന് കാലം കണ്ട, ജീവിതം കണ്ട ചില രക്ഷിതാക്കൾ മക്കളോട് ചില കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോ അത് വെല്ലിപ്പയാണെങ്കിലും അവര് തമാശയായിട്ടും തിരിച്ചു പറയും അത് തന്തവൈബ എന്ന് ഇന്നത്തെ തലമുറക്ക് തോന്നിത്തുടങ്ങി. തന്നെക്കാൾ മുതിർന്ന ആളുകളോട് തർക്കുത്തരം പറയുക, അവർ ഓൾഡ് ജനറേഷൻ കാലഘട്ടത്തിൽ ജീവിച്ചവരായതുകൊണ്ട് ആ പരിഗണന കൊടുത്താൽ മതിയെന്ന് ചിന്തിക്കുക, അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടുകൂടി അവരോട് ഇടപെടുക എന്നുള്ളത് ഒരു വിശ്വാസിക്കൊരിക്കലും യോജിക്കാത്തതാ. ഈ അടുത്ത കാലത്ത് ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട്. ഒരു കല്യാണ വീട്ടിൽ ചില പെൺകുട്ടികൾ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടപ്പോ ആ പെൺകുട്ടികളുടെ അരികിൽ ചെന്നൊരു മാതാവ് ആ പെൺമക്കളെക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരു ഉമ്മ ഗുണദോഷിച്ചപ്പോ ആ ഗുണദോഷിച്ച ഉമ്മയെ നിർത്തിക്കൊണ്ട് തന്നെ കൂട്ടുകാരികളോട് ആ പെൺകുട്ടി പറയുന്നു പോലും, ഇത് 18 തള്ളയാ, ഉപദേശിക്കാൻ വന്നതാ എന്ന് ആളുകൾക്കിടയിൽ ആ ഉമ്മയെ പരിഹസിച്ചപ്പോ രണ്ട് കൈകളും നീട്ടിയിട്ട് ആ മാതാവ് തിരിച്ച് കണ്ണീരോടെ പറഞ്ഞു, മോളെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു കിടക്കുന്ന അന്ന് നിന്നെ നോക്കിയതും നിന്റെ ഉമ്മാനെ കുളിപ്പിച്ചതും നിന്റെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തതും 40 ദിവസം നിന്റെ ഉമ്മയെ പരിപാലിച്ചതും നീ അപ്പിയിട്ടത് കോരിയത് പോലും ഈ കൈകളെ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തിയത്. വലം യുവക്കിർ കബീറന, നമ്മളെക്കാൾ പ്രായക്കൂടുതലുള്ള ഒരാളോടും മോശമായിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല. അത് വാഹനത്തിൽ പോകുന്നവളാണെങ്കിലും ഏതവസരത്തിലാണെങ്കിലും ശരി. ഇന്നതൊക്കെ ഒരു ഹീറോയിസമായിട്ട് ചിത്രീകരിക്കാൻ ചില മീഡിയകളുണ്ട്.
കാക്കൊരു പൂ ചോദിച്ചു, ചെറിയോനൊരു പൂക്കാലം കൊടുത്തു. ഇത് കേൾക്കാൻ ഒരു രസമാ. പക്ഷെ തന്നെക്കാൾ മുതിർന്നവന്റെ നേരെ കയ്യോങ്ങുമ്പോ, ആ സാധുവിന്റെ നേരെ കൈ കൊടുക്കുമ്പോ, അവന്റെ ശരീരത്തിൽ നമ്മളെ കയ്യോ നമ്മളെ തെറിയുടെ നാവോ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ ഏറ്റവും അനാദരിക്കപ്പെടുന്നവർ തങ്ങളെക്കാൾ മുതിർന്നവരെ ബഹുമാനത്തോടെ അല്ലാതെ പെരുമാറിയവരെയാ. ലോകത്തിന്റെ തിരുതന്റെ കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയത്ത് സഹാബത്തിനേക്കാൾ പ്രായക്കൂടുതലുള്ള മറ്റൊരാൾ വന്നപ്പോ ആ യുദ്ധത്തിനിടയിൽ അയാൾക്ക് ഭക്ഷണം കൊടുത്ത് തന്റെ മുൻപിലുള്ള ആളുകൾക്ക് മര്യാദ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാ ഇസ്ലാം പഠിപ്പിച്ച മര്യാദ. ലൈസ മിന്ന, അങ്ങനെയൊരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ അവരിന്നിൽപ്പെട്ടവനല്ല. അതോടൊപ്പം മല്ലം യർഹമു സഗീറന, ചെറിയ ആളുകളോട് കാരുണ്യത്തോടെ പെരുമാറണം. ഇത് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളോട് മനോഹരമായി പെരുമാറണം എന്ന് മാത്രം വ്യാഖ്യാനിച്ച ആളുകളുണ്ട്, പഠിച്ചവരുണ്ട്. അതല്ല ഈ ഹദീസിന്റെ നിർവചനം. തങ്ങളെക്കാൾ പ്രായക്കുറവുള്ളവരോട്, തന്റെ ഒരു വയസ്സിനെങ്കിലും കുറവുള്ളവരോട് ഏറ്റവും മര്യാദയോടെ പെരുമാറാൻ സാധിക്കണം. ഈ അടുത്ത ദിവസവും നമ്മൾ കണ്ടു, റോങ് സൈഡിലൂടെ വാഹനം കയറ്റി വന്ന ഒരു വലിയ വാഹനത്തിന്റെ ഡ്രൈവർ എതിരെ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയോട്, ആ കുട്ടി മാന്യമായിട്ട് ചോദിച്ചു, എന്താണ് ഈ സ്വഭാവം? അത് പറഞ്ഞു തീരുമ്പോഴേക്കും വാഹനത്തിലിരിക്കുന്ന മുതിർന്ന വ്യക്തി ആ കുട്ടിയുടെ മുഖത്തടിച്ചു. ഇതാ ഇന്നത്തെ പലരുടെയും സ്വഭാവം. തന്നെക്കാൾ ചെറുപ്പമുള്ളവരോട് എന്തുമാവാം, ഞാൻ എന്ത് വേണ്ടാത്തരം ചെയ്താലും അവൻ എനിക്ക് ആക്ഷേപിക്കാം, എനിക്ക് ആ പ്രായത്തിന്റെ പദവിക്കനുസരിച്ച് പരിഗണന കിട്ടിയാ മതി ഇന്ന് സ്വന്തം മക്കൾക്ക് മുൻപിൽ പോലും ഒരു മുതിർന്ന വ്യക്തി ചിന്തിക്കാൻ പാടില്ല. അവരോട് കാരുണ്യത്തോടെ പെരുമാറണം. എല്ലാ ചെറുപ്പക്കാരും മോശക്കാരെന്ന് ചിന്തിക്കാതിരിക്കണം. അവരോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറാൻ പറ്റണം.